ജെറൂസലേമിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതല്ല. ആത്മീയ ജീവിതത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ദൈവങ്ങളെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും. ഈ ജെറൂസലേമിനെ പറ്റി പറഞ്ഞിട്ട് ഓരോ ദൈവാനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ പത്രോസ് വെളിപ്പെടുത്തുമ്പോൾ പത്രോസേ നീ പാറയാകുന്നു. ഇതാ മാംസമോ രക്തമോ അല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്ന സ്വർഗ്ഗസ്ഥനായ പിതാവാണ്. ഈ കാര്യങ്ങളുടെ മക്കൾ ഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാം. നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമെങ്കിലും, നിന്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുമെങ്കിലും, നിന്റെ ജീവിതത്തിൽ വേദനകൾ വരുമെങ്കിലും നീ അറിഞ്ഞുകൊള്ളുക, നിന്റെ ദൈവം ദർശനമായും വചനമായും ഇടപെടലായും നിന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു വല്ലാത്ത മരുഭൂമിയാണെങ്കിൽ ഒന്ന് സംശയിക്കേണ്ടി വരും മക്കളെ. ഒരു വല്ലാത്ത ഒരു പച്ചപ്പും ഇല്ലാത്ത അനുഭവമാണെങ്കിൽ ഒന്ന് സംശയിക്കേണ്ടി വരും. നോക്കിയേ, സുവിശേഷം വായിച്ച് നോക്കിക്കേ. പത്രോസ് പ്രഖ്യാപിച്ചു, ഈശോ പറഞ്ഞു ദേ ഞാൻ പോവാ. രണ്ടാമത് താബോർ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് രൂപാന്തരപ്പെട്ടു. താഴെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു ദേ ഞാൻ ജെറൂസലേമിലേക്ക് പോവാ കേട്ടോ, എന്നെ അവർ കൊല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ അവസാനം എഴുതി വെച്ചൊരു വാക്കിടാം. മൂന്നാമത്തെ വായിച്ചിട്ട് പറയാം. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ് 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകും. We are going to Jerusalem. ഹല്ലേലൂയ. ദൈവമക്കളെ, ഉയർപ്പിന്റെ ദേശമാണ് ജെറൂസലേം. നിനക്ക് മരിച്ചതിൽ നിന്ന് ഉയർക്കണമോ? ആദ്യം വെച്ച വെറുതെ പറഞ്ഞു വെച്ച ഒരു കാര്യമില്ല. ഈ ജെറൂസലേമിൽ കിടന്ന് മരിച്ച ഉയർക്കുമെന്ന് ഓർത്തോ? നീ വീഴുന്നത് ജെറൂസലേമിലാണെങ്കിൽ നീ അവിടെ എഴുന്നേറ്റിരിക്കും. നീ മരിക്കുന്നത് ജെറൂസലേമിലാണെങ്കിൽ നീ ഉയർപ്പിക്കപ്പെട്ടിരിക്കും, നീ ഉയർത്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ മക്കളെ, ജെറൂസലേം പരാജിതരുടെ ഇടമല്ല, ജെറൂസലേം വീണുപോയവരുടെ ഇടമല്ല, ജെറൂസലേം വിജയിക്കുന്നവരുടെ നാടാണ്, ജെറൂസലേം പണിതുയർത്തപ്പെടുന്ന നാടാണ്. ഹല്ലേലൂയ. ബാറൂക്കിന്റെ വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരുന്നല്ലോ. ഒന്ന് തിരിച്ചൊന്ന് ബാറൂക്കിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. എന്റെ മക്കളെ ധൈര്യമായിരിക്കുവൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവൻ. എന്റെ മക്കളെ ധൈര്യമായിരിക്കുവൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവൻ. നിന്റെ ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെന്ന്. ജെറൂസലേം വീണുപോയി. പുരോഹിതന്മാർ, രാജാവ് എല്ലാം നാടുകടത്തപ്പെട്ടു. പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി. പാവപ്പെട്ട സ്ത്രീകൾ മാത്രം, ഒന്നിനും കൊള്ളാത്ത കുറച്ച് സ്ത്രീകളെ മാത്രം ആ ദേശത്തിട്ടിട്ട് പോകുമ്പോൾ ഇതാ പ്രവാചകൻ വന്നിട്ട് പറയുക, നിങ്ങൾ ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ധൈര്യമായിരിക്കും. എന്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രു കരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടെ നിങ്ങളെ മോചിപ്പിക്കും. മക്കളെ, അത് ഉറപ്പിച്ചു. കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കും. നീ ഒരു ആത്മീയ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവ കുഞ്ഞാണെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, 5-ാം അധ്യായം ബാറൂക്കിന്റെ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം. ജെറൂസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി. അനേകം മക്കള് ഈ കൂടാരത്തിൽ ദുഃഖിച്ചിരിപ്പുണ്ട്. ദുഃഖത്തിൻ്റെ കുറച്ചധികം മക്കൾ പീഡിപ്പിക്കപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. സാമ്പത്തികമായ തകർച്ചയാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, രോഗപീഠകളാകാം, വിവാഹം നടക്കാത്ത അവസ്ഥകളാവാം, അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ വീട്ടിൽ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ ചില രോഗപീഠകളാവാം. തിരുവചനം പഠിപ്പിക്കുക, ജെറൂസലേം, one who hears the word of God is Jerusalem. കർത്താവിന്റെ വചനം കേൾക്കുന്നവനാ ജെറൂസലേം. തിരുവചനം പഠിപ്പിക്കുക, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. അതേ മക്കളെ, God is going to clad you today with his mantle of glory. മഹത്വത്തിന്റെ മേൽവസ്ത്രം കർത്താവ് ഇന്ന് നിന്റെ മേൽ ഇടാൻ പോവാണ്. ഈ കൂടാരം വിട്ട് വെറുതെ പോവല്ലേ, ഈ കൂടാരം വിട്ട് സങ്കടപ്പെട്ട് പോവല്ലേ. നീ അഭിഷേകം വാങ്ങിച്ചു കഴിഞ്ഞു മക്കളെ. First receive it in heart, then you will receive it in hand. First receive it in heart, then you will receive it in hand. ആദ്യം ഹൃദയത്തിൽ സ്വീകരിക്കുക, പിന്നീട് നീ അത് കരങ്ങളിൽ സ്വീകരിക്കും. ഹല്ലേലൂയ. അഭിഷേകം അങ്ങനെയാ മക്കളെ, ആദ്യം ചങ്കിൽ സ്വീകരിക്കണം, ആദ്യം ചങ്കിൽ സ്വീകരിക്കണം. അന്ന് പഠിത്തമെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി. ഞാനിങ്ങനെ വന്നു, പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സെഹ്യോനി ധ്യാനിക്കാൻ പോവാം. പട്ടാച്ചൻ്റെ ധ്യാനം, അച്ഛന്മാരുടെ ധ്യാനമാണ്. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ വളരെ വളരെ ക്ലോസ് ആയിരുന്നു.
ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പല കാര്യങ്ങൾക്കും, കൾച്ചറൽ അസോസിയേഷൻ, അങ്ങനെ കുറച്ച് പരിപാടികൾ, ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടൊക്കെ വന്നിരിക്കുക, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഭാഷാപരം എന്ന് പറഞ്ഞ പരിപാടിയോ, കുറച്ച് ദർശനങ്ങളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ കണ്ണിൽ കൂടെ ഒക്കെ പോകുന്നൊക്കെ ഉണ്ട്, ചില തോന്നലുകളൊക്കെ ശക്തമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ എന്നെ നോക്കി ശരിയായിരുന്നു, തോളയിൽ ഇങ്ങനെ പിടിച്ചിട്ട് 2 ഇടിയൊക്കെ തന്നിട്ട് അച്ഛനെ അങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ആകെപ്പാടൊരു കൺഫ്യൂഷൻ നിൽക്കുക. അച്ഛൻ പറഞ്ഞു, എടാ കൺഫ്യൂഷൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, നിനക്ക് അനുഗ്രഹം വേണോ, നിനക്കൊരു പുരോഹിതനാകണോ, നീ ഒരു പൊട്ടനാവണം, നീ കണ്ണു അടച്ച് വിശ്വസിച്ചോണം. നിൻ്റെ മനസ്സിൽ കിട്ടുന്ന, നിനക്ക് കാണുന്ന ദർശനങ്ങളും നിനക്ക് കിട്ടുന്ന സന്ദേശങ്ങളും കണ്ണു അടച്ച് നീ അങ്ങ് വിശ്വസിച്ചോ. ഒരു പൊട്ടനായിട്ട് നിന്ന് നീ ശുശ്രൂഷ ചെയ്തോ, കർത്താവ് ബാക്കി കാര്യം നിനക്ക് വേണ്ടി ചെയ്യും. അന്ന് തുടങ്ങിയതാ മക്കളെ തീർത്ഥാടന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ. നീ കണ്ണുമടച്ച് വിശ്വസിക്കുക. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ ഒരു ചേച്ചി, നമ്മുടെ ശുശ്രൂഷകന്റെ പെങ്ങള, ഈ ഭാഗത്ത് കണ്ട, ഇവിടെ വന്നിരിപ്പുണ്ടോന്ന് എനിക്ക് അറിയില്ല, അവിടെ തൊണ്ടയുടെ കഴുത്തിൻ്റെ 2 വശത്തും മുഴയായിരുന്നു, കഴുത്തിൻ്റെ 2 വശത്തും മുഴയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് ബയോപ്സി, അസുഖം പിടികിട്ടില്ല, ക്യാൻസർ ആണെന്നുള്ള സംശയമാണ്. 2 വശത്തും മുഴയായിരുന്നു. ദൈവമക്കളെ, ആ മകൻ അവനവിടെ ശുശ്രൂഷ ചെയ്യുന്നൊരു പയ്യനാണ്. അവ കണ്ണീരോടെ അന്ന് അവിടെ ശുശ്രൂഷ ചെയ്തു. പിറ്റേന്ന് ഡോക്ടറിൻ്റെ അടുക്ക പോകേണ്ട സമയമായി. ഡോക്ടറിൻ്റെ അടുക്ക ചെന്നു. ഡോക്ടർ നോക്കിക്കഴിയുമ്പോൾ 2 കുരു പോലെ, രണ്ട് കടലയുടെ വലിപ്പമുള്ള 2 ചെറിയ ഒരു കുരു പോലെ അത് തീർന്നിരിക്കുക. ഡോക്ടർ ചോദിച്ചു, ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ബയോപ്സി എടുക്കാനാ? അതൊക്കെ തന്നെ പൊക്കോളൂ. കൈയടിച്ചു കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നീ ചങ്കില് സ്വീകരിക്ക, ഇന്നൊരു ധൈര്യം നീ സ്വീകരിക്ക. ആളൂർ കൺവെൻഷന്റെ കാര്യം പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ അന്നൊരു സംഭവം ഉണ്ടായി. ഇരിഞ്ഞാലക്കുട ഞാനിതുപോലെ തലേദിവസം വന്ന് എവിടെയോ കിടന്നു, എന്നിട്ട് രാവിലെ കൺവെൻഷന് വന്നു. ഞാനിങ്ങനെ വന്ന് ആരാധന ചാപ്പലുണ്ടായിരുന്നു. ആരാധന ചാപ്പലിൽ അൽമായ സഹോദരങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക. ഈ ജെറമ്യായുടെ സ്വഭാവമൊക്കെ നമുക്ക് ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എൻ്റെ അസ്ഥിക്ക് തീ പിടിച്ചു, എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എഴുന്നേറ്റ് ഓടി ഈ ആരാധന ചാപ്പലിൽ വന്ന് കയറി. അപ്പം കുറച്ച് അൽമായ സഹോദരങ്ങൾ അവിടെ നിന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ ലീഡ് ചെയ്ത്, ചിലപ്പോൾ ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ടായി, ക്ഷമിക്കണം കേട്ടോ, ഞാൻ കുറ്റം പറയില്ല, സ്നേഹത്തോടെ പറയാം. ആ മനുഷ്യൻ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വന്ന് കയറി, ഞാൻ വന്ന് പുറകിലിരുന്നു. ഞാൻ അറിയാതെ ഭാഷാവരത്തെ സ്തുതിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ഏതാണ്ട് പിടികിട്ടി കാണല്ലോ, കൺട്രോൾ വിട്ടുപോയി. ഞാൻ ഒച്ചത്തിൽ അങ്ങനെ സ്തുതിക്കുമ്പോഴത്തേന് ആ മനുഷ്യൻ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ശാന്തമായിട്ട് സ്തുതിക്കുക. എനിക്ക് പറയണമെന്ന് തോന്നി, എടാ ചേട്ടാ, ഞാനാ അടുത്ത് പ്രസംഗിക്കാൻ വന്ന അച്ഛനാണ്, എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്തുതിക്കാൻ പറ്റും. പക്ഷേ ഞാൻ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ജെറമ്യാ പറഞ്ഞ പോലെ തീ കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇറങ്ങി ഓടി താഴ്ച നടി. ഞാൻ അവിടുത്തെ അച്ഛൻ വേറെ എവിടെയെങ്കിലും ചാപ്പലുണ്ടോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് ചാപ്പലിൽ പോകാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം പറഞ്ഞ ആശ്രമത്തിന് ആളൂർ ആ സെൻറ്ററിൻ്റെ ഒരു ചാപ്പലുണ്ട്, അച്ഛന്മാരുടെ ചാപ്പലുണ്ട്. ഞാൻ ചാടിക്കയറി അതിനകത്ത് പോയിരുന്നു. വചന ശുശ്രൂഷ സമയമായപ്പോൾ ഞാൻ വന്നു. വചന ശുശ്രൂഷ പറഞ്ഞു, എന്താ പറഞ്ഞത് സത്യം പറയാം, എനിക്ക് അവർ അങ്ങനെ കൊണ്ട് കർത്താവ് ഇങ്ങനെ കൊണ്ടുപോവുക, പേപ്പറും കടലാസും ബൈബിളൊക്കെ ഒന്നും എടുത്തില്ല, ഇങ്ങനെ ഒന്നുണ്ട് ഇപ്പോൾ എന്ന് പ്രസംഗിച്ചു. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇതിലിങ്ങനെ വഴി കൂടെ പെട്ടെന്ന് ചാടിപ്പോവുക. ഒരു മനുഷ്യൻ വന്നിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നിന്നു. ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛനൊന്ന് നിന്നേ. അച്ഛൻ നിന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഞാൻ ദുബൈയിൽ നിന്ന് വരിക, ഞാൻ ഇന്ന ബിസിനസ്സിൻ്റെ ആളാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ആത്മഹത്യയായിരുന്നു എൻ്റെ തീരുമാനം. ഞാൻ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയിട്ട് നേരെ വന്നത് അവിടുന്ന് ടാക്സി പിടിച്ച്, എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ സ്വന്തക്കാർക്കോ അറിയത്തില്ല ഞാൻ കേരളത്തിൽ വന്ന കാര്യം. ഞാൻ ഈ ആളൂര് വന്ന് ഈ ധ്യാനം കൂടിയിട്ട് തിരിച്ച് അങ്കമാലി ഭാഗത്ത് പോയി ഏതെങ്കിലും ഹോട്ടലെടുത്ത് അവിടെ മരിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് അച്ഛൻ പറഞ്ഞില്ലേ, തീയുടെ മോളിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ തീ പരക്കുമെന്ന്. ഞാൻ തിരിച്ചു പോവുക അച്ഛൻ ഗൾഫിലേക്ക്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുക. ഞാൻ അവിടെ പോയി ചെന്നിട്ട് എന്റെ ക്രിസ്തുവിന് ഞാൻ സാക്ഷ്യം കൊടുക്കും. അതാ മക്കളെ, നീ ഇന്നിവിടെ ഉപേക്ഷിക്കണം. തിരുവചനം പഠിപ്പിച്ചല്ലോ, നിന്റെ ദുഃഖത്തിന്റെ പീഡനത്തെ. അതേ മകനെ, ഇത് ഹൃദയത്തിൽ ആരംഭിക്കുന്ന. നീ നിരാശപ്പെടുന്നത് ഇവിടെയാ, നീ ദുഃഖിക്കുന്നത് നിന്റെ രോഗം ഇവിടെയാന്ന്. ഇവിടെ നീ ബലപ്പെട, നീ ചങ്കിലിത് സ്വീകരിച്ച. തിരുവചനം പറയാ, ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി. നീതി നേരത്തെ പറഞ്ഞ ഹസദ്, ദൈവത്തിന്റെ കരുണയാ മക്കളെ. ദൈവത്തിന്റെ സദക് നീതി, ദൈവത്തിന്റെ നീതി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കരുണയാകുട്ടാ. ദൈവത്തിന്റെ കരുണ. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം ജൂബിലിയുടെ സന്ദേശത്തിനകത്ത് വരണ്ട, ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാതെ.
ലൂക്കാ 15 കാണുന്നില്ലേ? ആ മകൻ തിരിച്ചു വന്നപ്പോ അപ്പൻ കയറ്റി നിർത്തിയിട്ട് ചോദിച്ചു, നീ കൊണ്ടുപോയി 25 ലക്ഷം രൂപ എത്തിയടാ കൊച്ചെ? നീ നിന്റെ പേരിൽ എഴുതി തന്ന ആ 8 ഏക്കർ സ്ഥലം എവിടെയാ കിടക്കട്ടെ? നിന്റെ പേരിലുള്ള ആ 4 ബസ്സിപ്പ് പറ്റിയേ? നിന്റെ പേരിലുള്ള ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പറ്റിയേ? Nothing. He asked nothing. Instead, he made certain commands. അവനൊന്നും ചോദിച്ചില്ല. അവൻ ചില ദൈവത്തിന്റെ നീതി കൽപ്പനകളാ മക്കളെ. അവൻ മാലാഖമാർക്ക് കൽപ്പന കൊടുത്തു. പുതിയ വസ്ത്രം കൊടുക്ക, പുതിയ മോതിരം കൊടുക്ക, വിരുന്നൊരുക്ക, പുതിയ ചെരുപ്പ് കൊടുക്ക. ഹല്ലേലൂയ. ഇതാ മക്കളെ ദൈവത്തിന്റെ നീതി. നീ വീണു പോയവനായിരിക്കാം, നീ തോറ്റുപോയവനായിരിക്കാം, ജീവിതത്തിൽ ഇതുവരെ ദൈവത്തിന് വേണ്ടി ഒരു ചെറുവിൽ അനക്കാത്തവളോ ആയിരിക്കാം. പോയി എന്ന് വിചാരിക്കുന്ന ഒരു പൗരോഹിത്യ സന്യാസമോ ആയിരിക്കാം നിന്റെ. ഇതാ ദൈവത്തിന്റെ കർത്താവ് പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക, നിത്യനായവന്റെ മഹത്വത്തിന്റെ കിരീടം ശിരസിൽ ധരിക്കുക. അതേ മക്കളെ, ഒരു ധൈര്യത്തിൽ അച്ഛൻ ഇവിടെ വന്ന് കയറിയേക്കുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ ധൈര്യമാണ്. അതെന്റെ കർത്താവിന്റെ ധൈര്യമാണ്. അവൻ എന്റെ തലയിൽ കിരീടം വെച്ച് തന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അഭിഷേകത്തിന്റെ കിരീടം. അതേ മക്കളെ, ഇന്ന് കർത്താവ് നിങ്ങളുടെയൊക്കെ ശിരസില് ഇവിടുന്ന് മടുത്തു പോകല്ലേ, ഇവിടുന്ന് തലകുലിച്ച് നിങ്ങൾ മടങ്ങി പോകല്ലേ. നിങ്ങൾ ജെറുസലേമായി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ജെറുസലേമായി മാറിയെങ്കിൽ പ്രശോഭിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടും. അതേ മക്കളെ, യു വിൽ ഷൈൻ ആൻഡ് ഷൈൻ ആൻഡ് ഷൈൻ. തെളിയും വൈതലേ, നീ തെളിയും, നിന്റെ കുടുംബം തെളിയും, നിന്റെ ജീവിതം. കാരണം I am the light. I am the light. അവൻ പ്രകാശം മക്കളെ. അവൻ നിന്നെ പ്രകാശിപ്പിക്കും, അവൻ നിന്നെ പ്രകാശിപ്പിക്കും. I am the life. I am the life. ഞാൻ ജീവനാ. അതേ മക്കളെ, അവൻ ജീവൻ തരുമെന്ന. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും. നീതിയുടെ സമാധാനം നിന്റെ പേരാ. യു ബി എ ഗ്രേറ്റ് പീസ് ഷാലോം. നീ ഒരു നീതിയുടെ സമാധാനം, ഭക്തിയുടെ. നീ ദൈവത്തെ സ്തുതിക്കുന്ന കണ്ട അത്ഭുതപ്പെട്ടു പോകും. നീ ദൈവത്തിൽ ആനന്ദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി, ഒരു കൊച്ചച്ഛൻ കുരിശ് രൂപത്തിനടുത്ത് പോയി ഭയങ്കര വർത്താനം. കുരിശിലെ ഈശോയുടെ ഇദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അടുത്തൊന്നും പോയില്ല, അവരുടെ കാര്യമില്ല, അത് ഞാനെന്തിനടുത്ത് പോകുന്നത്. പക്ഷേ ഇത് കണ്ട് ഞാൻ കൊതിച്ച് നിന്നുപോയി. ഒരു കൊച്ചച്ഛൻ ഒരു 3-4 കൊല്ലമായിട്ടുള്ള പട്ടം കിട്ടിയിട്ട് ഈശോയുടെ കുരിശ് രൂപ ഇങ്ങനെ ഇരിക്കുക. അതിനടുത്ത് പോയി ഭിത്തിയോട്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. Do you feel that intimacy with the Lord? ആ ഒരു അടുപ്പം നിനക്ക് തോന്നുന്നുണ്ടോ പൈതലേ? നിനക്ക് ലോകത്തുള്ള എല്ലാവരുമായിട്ട് അടുപ്പമുണ്ട്, നിന്റെ ദൈവത്തോട് മാത്രം എന്താ നിനക്ക് അടുപ്പമില്ലാത്ത? നിനക്ക് ലോകത്തുള്ള സകലരെ വിശ്വാസമാണ്, നിന്റെ ദൈവത്തെ മാത്രം എന്താ നിനക്ക് വിശ്വാസമില്ലാത്ത? നിന്റെ കയ്യിലിരിക്കുന്ന രൂപയെ നിനക്ക് വിശ്വാസം അല്ലേ? എന്നും തിരുവൾത്താരിൽ എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യത്തെ നിനക്ക് വിശ്വാസമില്ലേ? നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് ദൈവം എന്നേക്കുമായി നിന്നെ പേര് വിളിക്കും. ജെറുസലേം ഉണരുക, റൈസ് അപ്പ് ജെറുസലേം. ദൈവം വിളിക്കുന്നു മക്കളെ. നീ എത്ര തളർന്ന് കിടക്കുന്നവനാണ്, എത്ര വീണ് കിടക്കുന്നവനാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി 33 വയസ്സായി, ഈശോയുടെ പ്രായമാണ്, കല്യാണം നടക്കുന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, കല്യാണം നടക്കും. പിടിക്ക് വെച്ച ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല, ഒന്നിനും ഒരു കുറവില്ല, കല്യാണം നടക്കുന്നില്ലെന്ന് മാത്രം ഒരു കുറവ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽപ്പെടാം. ഉപവാസം എന്ന് പറഞ്ഞാൽ തലവേദനയാണ്, നോയമ്പെന്ന് പറഞ്ഞാൽ വോമിറ്റിങ് ആരംഭിക്കും, അങ്ങനത്തെ ഒരു പാർട്ടി. അങ്ങനെ അവൾ 2 മാസം മുമ്പ് അവൾ നോയമ്പെടുത്തു, ഉപവാസം എടുത്ത് നോയമ്പെടുത്തു. പക്ഷേ മീനുമില്ല, അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു മീൻ അവിടെ വെളിയിലിട്ട് ചുട്ടാലും മതി, ആ മണവിലും വേണം, അങ്ങനത്തെ പാർട്ടീസാണ്. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. അവൾ 2 മാസം നോയമ്പെടുത്ത്, 2-3 മാസം, 13 ആഴ്ച. പുണ്യാളച്ചൻ 13 ദിവസം സഹിച്ചാണ് മരിച്ചത്. അതുകൊണ്ട് നൊവേന 9 ദിവസം പ്രാർത്ഥനയാണ്, പുണ്യാളച്ചൻ്റെ നൊവേന 13 ദിവസം. ഈ പെങ്കൊച്ച് 13 ആഴ്ച ഉപവാസം നോയമ്പൊക്കെ എടുത്ത് നോക്കി, അവിടെ കല്യാണം വരാൻ. കല്യാണം വന്നില്ല. ഒരു ദിവസം എൻ്റെ അടുത്തോട്ട് വന്നു, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഞാൻ നീ വരണ്ട, ഇനി എന്നെ നോക്കുക വേണം, ഞാൻ നോക്കുന്നില്ല. ഇനി പള്ളി പുണ്യാളച്ചനും കുർബാനും നൊവേനൊന്നും ഇരിക്കും വേണ്ട. ഞാൻ കൂളായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് പോയി.
പിറ്റേ ആഴ്ച അമ്മയും മോളും കൂടെ വന്നിരിക്കുക. ഞാൻ പള്ളി വന്നോട്ടെ, ഞാൻ നിന്നോട് വരണ്ടെന്ന് പറഞ്ഞാൽ നീയല്ലേ പറഞ്ഞു വരുന്നില്ലെന്ന്. ഞാൻ അത് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ നിന്നോട്. കഴിഞ്ഞ വ്യാഴാഴ്ച അവിടെ കല്യാണമായിരുന്നു. ഇന്നലെ എന്നെ കാണാൻ വന്ന് ഒരു കേക്കും കൊണ്ട് തന്നിച്ചാണ് അവൾ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. അതേ മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജെറുസലേം ഉണരുക. സാമ്പത്തിക തകർച്ച നിൽക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിൽക്കുന്നവരുണ്ട്. കുടുംബ പ്രതിസന്ധികളിൽ നിൽക്കുന്നവരുണ്ട്. ജെറുസലേം ഉണരുക. ഉയരത്തിൽ നിന്ന് കിഴക്കോട്ട്. റൈസ് അപ്പ് ആൻഡ് ലുക്ക് ടു ദി ഈസ്റ്റ്. ഈസ്റ്റ് എന്താ? ദൈവം വരുന്ന ഇടവ. ദൈവമക്കളെ ഉണർന്ന് നിൽക്കണം, തളർന്നു പോകല്ല. ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് സങ്കടമായിക്കൊള്ളട്ടെ, ഉണർന്ന് നിൽക്കണം. അവിടെ നിന്ന് കിഴക്കോട്ട് നോക്കണം. പരിശുദ്ധനായവന്റെ കൽപ്പന അനുസരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട നിന്റെ മക്കളെ കാണുക. ദൈവം നിന്നെ സ്മരിച്ചതിൽ അവർ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വചനം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേലെ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ, ജെറുസലേമിൽ തന്നെ വസിക്കുവൻ. ബി ഇൻ ജെറുസലേം ഓൾവേസ്, whether in fight or in war or in poverty or in nakedness, എന്തിലും ആവട്ടെ ജെറുസലേമിൽ കയറി ഒളിച്ചോ മക്കളെ. ജെറുസലേം വിട്ടുപോകരുത്. ഇതാ അപ്പോസ്തല നടപടി. ലൂക്കാസ് സുവിശേഷത്തിന്റെ 2-ാം ഭാഗമാണല്ലോ അപ്പോസ്തല നടപടി. നമുക്ക് പെട്ടെന്ന് ഇത് പോകാൻ വേണ്ടി അങ്ങോട്ട് പോവുക. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കും. എന്ത് ഭക്ഷണം? കുർബാന. ഓരോ കുർബാനയിലും കർത്താവ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരിക. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ദൈവമക്കളെ, ഒരു പ്രോമിസ്. അച്ഛനൊരു വാഗ്ദാനം ഉണ്ടോ മക്കളെ? അച്ഛനൊരു വാഗ്ദാനമാണ്. ദാറ്റ് ഹാസ് ടു ബി യെറ്റ് റിയലൈസ്ഡ്. ഓർത്തോ, ഇനിയും അച്ഛൻ്റെ ജീവിതത്തിൽ പൂർത്തിയാവാത്ത ഒരു വാഗ്ദാനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ട്? കൈയടിച്ചേരാ. നിന്റെ ജീവിതത്തെ പറ്റി ഐ ആം ടെല്ലിങ് യു, നിന്നോട് ഞാൻ പറയണേ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ സ്വീകരിച്ചതിനേക്കാളും വലിയൊരു അനുഗ്രഹം നിനക്ക് വേണ്ടി ദൈവം കാത്തുവച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരഭിഷേകം, ഒരനുഗ്രഹം നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ട്. അതെ മക്കളെ, നോക്കിയോ, യു വിൽ ഫ്ലൈ അപ്പ്. നിങ്ങൾ പറന്നുയരും മക്കളെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ പറന്നുയരും. കാരണം ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. തിരുവചനം പറയും, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരും. ഇഫ് യു ആർ ഇൻ ജെറുസലേം. ഈ കൂടാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഉപവാസം എടുത്തടുത്ത 3 ദിവസങ്ങൾ, ഉപവാസം എടുത്തടുത്ത 3 ദിവസങ്ങൾ അത്യാവശ്യം വേണ്ട വെള്ളം കുടിച്ചു ഇഷ്ടം പോലെ. ഭക്ഷണം അല്പം കുറച്ച്, ഇവിടുന്ന് കിട്ടുന്ന ബണ്ണ് കഴിച്ചോ, റൊട്ടി കഴിച്ചോ, ബ്രെഡ് കഴിച്ചോ. മക്കളെ ഇരുന്നേ, ഒരു കാത്തിരിപ്പ്. ആ ശിഷ്യന്മാർ അമ്മയോട് ചേർന്ന് 10 ദിവസം, ഇത് പെന്തക്കോസ്തായിരിക്കും. നമ്മൾ വരും, ആ പോയിന്റിലേക്ക് ഇപ്പം വരാം. ഹല്ലേലൂയ. നിങ്ങൾ ജെറുസലേം വിട്ടുപോകല്ല. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. ഇപ്പം പരിശുദ്ധാത്മാവ് അച്ഛനെ കൊണ്ട് കാര്യം പറയിച്ചില്ലേ? നിങ്ങൾ ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുമ്പോൾ, കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച സിസ്റ്റേഴ്സിനൊരു ധ്യാനം നടത്തുകയായിരുന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ നേരെ മറിച്ചു എഴുതിക്കൊണ്ട് പോയ ഒരു സാധനം പുതിയൊരു സാധനം പറയിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് വന്നിട്ട് ചോദിക്കുക, മതമെല്ലാം പറഞ്ഞച്ഛനോടല്ലേ? മതമെല്ലാം അച്ഛനോട് പറഞ്ഞല്ലേ? എനിക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. ഞാൻ എന്താ സിസ്റ്ററെ, എല്ലാം മതവ് പറഞ്ഞ അച്ഛനോടല്ലേ? ഞാൻ വിചാരിച്ചു പറഞ്ഞു കാണുമെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് മതവ്? ആര് മതവ്? എന്ത് പറഞ്ഞെന്നാ? അച്ഛൻ ഇന്ന് എന്നോടല്ലേ പ്രസംഗിച്ചുകൊണ്ടിരുന്നേ? ഞാൻ സിസ്റ്ററിനോട്, ഞാൻ ഈ സിസ്റ്റർമാരോട് എല്ലാവരോടും ഇല്ല അച്ഛാ, അച്ഛൻ എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. അത് മാത്രം ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു സിസ്റ്റർ, എൻ്റെ മതവനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവങ്ങളെ ആ വചനം പറഞ്ഞു ഈ സിസ്റ്റർ എന്നോട്. അതേ വൈദ്യല്ലേ, കർത്താവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ആ സിസ്റ്റർ കരയാൻ തുടങ്ങി, ആ സിസ്റ്റർ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നുവാളെ, പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ടല്ലോ,
നിന്റെ ദൈവം അറിയാം. അച്ഛനീ വചന ഇവിടെ പറയുമ്പോ എന്റെ ജീവിതം മുഴുവൻ ദൈവം കാണുന്നുണ്ട് മക്കളെ. എന്റെ ജീവിതം മുഴുവൻ എന്റെ ദൈവത്തിനറിയാം. എന്റെ ഇന്നലകൾ എന്റെ ദൈവത്തിനറിയാം. എന്റെ ചിന്തകൾ എന്റെ ദൈവത്തിനറിയാം. എന്റെ ആഗ്രഹങ്ങൾ എന്റെ ദൈവത്തിനറിയാം. 1000 സൂര്യനേക്കാൾ കൺവെട്ടമുള്ള അവിടുത്തെ കണ്ണുകളെ മറയ്ക്കാൻ ഒന്നിനും ആവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.